19 സങ്കീർത്തനം 9-11 വാക്യങ്ങൾ. യഹോവ ഭക്തി നിർമ്മലമായത്, അത് എന്നേക്കും നിലനിൽക്കുന്നു. യഹോവയുടെ വിധികൾ സത്യമായവ, അവ ഒട്ടൊഴിയാതെ നീതിയുള്ളവയാകുന്നു. അടിയനും അവയാൽ പ്രബോധനം ലഭിക്കുന്നു. അവയെ പ്രമാണിക്കുന്നതിൽ വളരെ പ്രതിഫലമുണ്ട്. വിശുദ്ധ നാട്ടിലേക്കൊരു വിനോദയാത്ര ചെയ്യുന്ന കാര്യം ഒരു മനുഷ്യൻ തൻ്റെ പാസ്റ്ററെ അറിയിക്കുകയുണ്ടായി. ഏതെല്ലാം സ്ഥലങ്ങൾ താൻ സന്ദർശിക്കുവാൻ താൽപ്പര്യപ്പെടുന്നു എന്ന തൻ്റെ താൽപ്പര്യം പങ്കുവച്ച ശേഷം, അല്ലയോ പാസ്റ്ററെ, എൻ്റെ യാത്രയിൽ അതീവ ആകാംക്ഷയോട് കാത്തിരിക്കുന്ന പരമപ്രധാനമായ ലക്ഷ്യം എന്തായിരിക്കുമെന്ന് ഊഹിച്ചു പറയാമോ? അല്പനേരം ആലോചിച്ച ശേഷം, അനേക കാര്യങ്ങൾ പറയുവാൻ എൻ്റെ മനസ്സിലുണ്ട്, എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എന്തായിരിക്കുമെന്ന് എടുത്തു ചോദിച്ചതിനാൽ ഞാൻ ഊഹിക്കുന്നു, യേശുക്രിസ്തുവിൻ്റെ ഒഴിഞ്ഞ കല്ലറ ദർശിക്കണമെന്നുള്ളതായിരിക്കും മറുപടിയായി പാസ്റ്റർ പറഞ്ഞു. അതല്ല പാസ്റ്ററെ, തീർച്ചയായും ഞാൻ യേശുവിൻ്റെ കല്ലറ കാണും. എന്നാൽ എൻ്റെ യാത്രയുടെ സുപ്രധാനമായ പ്രതീക്ഷ മറ്റൊന്നുമല്ല. ഞാനൊരു മല കയറുവാൻ പദ്ധതിയിട്ടിട്ടുണ്ട്. അതിൻ്റെ ഉത്തുംഗമായ അഗ്രത്തിലെത്തിയ ശേഷം അവിടെ നിന്നുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ ഗിരിപ്രഭാഷണം മുഴുവനായി ഉച്ചത്തിൽ വായിക്കും എന്നുള്ളതാണ്. കേട്ടുകൊണ്ടിരുന്ന പാസ്റ്റർ തലകുലുക്കി. തൻ്റെ ആത്മീയ പരിജ്ഞാനവും തന്നെ നന്നായി അറിഞ്ഞിരുന്നവനുമായ ശുശ്രൂഷകൻ പ്രതിവദിക്കുകയുണ്ടായി, ഗിരിപ്രഭാഷണം ഉച്ചത്തിൽ വായിക്കുവാനായി മാത്രം ഇത്രയും ദൂരം യാത്ര ചെയ്യേണ്ടതുണ്ടോ? ഭവനത്തിൽ വസിച്ചുകൊണ്ട് അവയെ പ്രമാണിച്ച് ജീവിക്കുകയല്ലേ അധികം അഭികാമ്യം? തീർച്ചയായും ദൈവവചനം വായിക്കുക എന്നത് ശ്ലാഘനീയം തന്നെയാണ്. വിശിഷ്യ പ്രവചനത്തിൻ്റെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവരും അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാരാകുന്നുവെന്നും വെളിപ്പാട് 1:3 നാം വായിക്കുന്നു. എന്നിരുന്നാലും പ്രത്യേകാൽ കുറിക്കൊള്ളേണ്ടതത്രേ വായിക്കുന്നതുമായി അടുത്ത ബന്ധം പുലർത്തുക, വായിച്ചത് പ്രമാണിക്കുക അഥവാ പ്രായോഗികമാക്കുക എന്നത്. യാക്കോബ് അപ്പോസ്തലനും എഴുതിയിരിക്കുന്നു, എങ്കിലും വചനം കേൾക്കുക മാത്രമല്ല, അതിനെ ചെയ്യുന്നവരായും ഇരിപ്പീൻ. നാം വചനം വായിക്കുന്നതിൽ വിശ്വസ്തരും നീതി പുലർത്തുന്നവരുമാകാം. എന്നാൽ നാം അത് പ്രമാണിക്കുന്നവരും ചെയ്യുന്നവരുമാണോ എന്നതത്രേ പ്രസക്തം. കേവലം ആത്മീയ അഭ്യസനത്തിന് ഊന്നൽ നൽകി മനസ്സാക്ഷിയെ ലേപനം ചെയ്യേണ്ടതിനായി തിരുവെഴുത്തുകളെ ഉപരിപ്ലവമായി ഗവേഷണ പരീക്ഷണ നിരീക്ഷണത്തിന് വിധേയമാക്കുന്ന നല്ല ഒരു ശതമാനം വിശ്വാസ സമൂഹത്തിൽ നാമും ഉൾപ്പെട്ടിരിക്കുന്നുവോ? അതോ ദൈവവചന പ്രബോധനം പ്രമാണിച്ച് ചലനാത്മകമായ പ്രവർത്തന പാന്താവിലേക്ക് ചുവടുകൾ വെച്ച് നീങ്ങിയ അഥവാ നീങ്ങിക്കൊണ്ടിരിക്കുന്നവരുടെ ഗണത്തിലോ നാം? ഓർക്കുക, ദൈവവചനത്തെ പ്രമാണിക്കുന്നവർക്ക് അധികം പ്രതിഫലമുണ്ട്. അവൻ അരുളി ചെയ്തത് ചെയ്യാതെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നതിൽ അർത്ഥവുമില്ല. There are two parts to the gospel, believing it and behaving it. സുവിശേഷത്തിൻ്റെ 2 മുഖങ്ങളത്രേ. സുവിശേഷത്തിൽ വിശ്വസിക്കുക, അതിനനുസൃതമായി ജീവിക്കുക എന്നതും. ദൈവമായ കർത്താവ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.